നമ്മുടെ വി ഡി സതീശന് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്. ഈ ഒരു കാലത്ത് സംശയങ്ങൾ ഉണ്ടാകാം. കാരണം 2 തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. ഇലക്ഷൻ അടുത്തെത്തി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ഏതെങ്കിലും വിഷയങ്ങളിൽ ഇങ്ങനെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു ശീലമാണ്. പക്ഷേ ഇവിടെ സതീശൻ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത സംശയങ്ങളായിരിക്കും സതീശൻ ഉന്നയിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നവനെയും കേൾക്കാൻ പോകുന്നവനെയും ഒരു പുച്ഛച്ചിരി ചിരിച്ച് ആക്കിക്കൊണ്ടുള്ള സതീശൻ ഉന്നയിക്കുന്ന ആ സംശയങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ ഒരു വലിയ ചോദ്യമായി തോന്നും. അതിൻ്റെ ഉത്തരം ആ വിഷയവുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവർ പറയുമ്പോൾ എൻ്റെ പൊന്നു സതീശ സാറേ എന്ന് നമ്മൾ വിളിച്ചു പോകും. ഇത്തരത്തിലുള്ള ഒരു സംശയം കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേനെ. 1999 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായി. 99 സ്വർണം പൂശിയിട്ട് 40 വർഷത്തെ വാറണ്ടിയുള്ള സംഭവം വീണ്ടും 2019 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 40 കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്? പോയത് 42 കിലോ, തിരിച്ചു വന്നത് 38 കിലോ, 4 കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ഇത് എന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കായിരുന്നത്? വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ഈ ഭാരം കുറഞ്ഞത് പുറത്തു വരാതിരിക്കാൻ ഗൂഢാലോചന അന്ന് നടന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കാതിരുന്നത്? ഇതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് സംശയങ്ങൾ ഉന്നയിച്ചിട്ട് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ നോക്കി ചിരിക്കുന്ന ആ ഒരു ചിരിയാണ്. പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ആ ചിരിയിലുണ്ട്. സ്ഥായിയായിട്ടുള്ള പുച്ഛഭാവം അത് തേച്ചാലും മാറ്റാലും സതീശൻ്റെ മുഖത്ത് നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സതീശൻ ഉന്നയിച്ച ആ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ നടന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ കൃത്യമായിട്ടുള്ള മറുപടി, അതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി വിശദമാക്കിയിട്ടുണ്ട്. അരുൺകുമാറിൻ്റെ ആ മറുപടി കേട്ട ശേഷം സതീശൻ പുച്ഛഭാവത്തിൽ ഇടിച്ചുകൊണ്ട് ഉന്നയിച്ച ആ ആരോപണങ്ങൾ മനസ്സിലിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ ഈ വീർക്കാതെ ഏറ്റവും കൂടുതൽ സമ്പന്നനാവാൻ പറ്റുന്ന സാധ്യതയുള്ള ബിസിനസ്സുകളിലൊന്നാണ് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം ലോകമെമ്പാടും കോടികളാണ് സമ്പാദിക്കുന്നത്. അത് നേർവഴിയിലുള്ള ചില കച്ചവടങ്ങളുണ്ട്, അതല്ലാതെ വിശ്വാസത്തെ തന്നെ വീണ്ടും പറ്റിച്ച് വീണ്ടും കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന ആളുകൾ നിരവധി നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു കേസായി കൂടി വേണം ശബരിമലയിലെ ഈ വിഷയത്തെ പരിഗണിക്കാൻ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ചെമ്പുപാളിയുമായി ബന്ധപ്പെട്ട് എന്താണ് ബന്ധം? എങ്ങനെയാണ് ഇയാൾ ഇവിടെ വരുന്നത്? ശബരിമലയിലെ ഒരു പ്രിയപ്പെട്ടവനായി തീരുന്നത് എങ്ങനെയാണ്? ഇയാൾക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട ആക്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ അന്നദാനം കൊടുക്കാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ് ചിലവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു പ്രത്യേക ദിവസം തന്നെ അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി 30 ലക്ഷത്തോളം രൂപ പിരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നു. അതായത് അന്നദാനത്തിന് ചിലവാക്കേണ്ട തുകയുടെ 5 ഇരട്ടി അദ്ദേഹം പിരിച്ചിട്ടുണ്ട്. ബാക്കി പണം എവിടെ പോയി എന്ന ചോദ്യത്തിനാണ് ഇന്ന് വിജിലൻസ് നൽകുന്ന സൂചന ഇയാൾ ഒരു ബ്ലേഡ് പലിശക്കാരനായിരുന്നു എന്നതാണ് വിജിലൻസ് നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ വിശ്വാസത്തെ വിറ്റുകൊണ്ട്, സാധാരണ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വിറ്റുകൊണ്ട് ജീവിച്ച ഒരു ആളാണ്, അതിൽ ഉപജീവനം നടത്തിയിരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. 2004 ബംഗളൂരിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാളൊരു ശാന്തിക്കാരനായി അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അതിൻ്റെ കാരണം തികച്ചും വ്യക്തിപരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് എന്നതാണ് ഞാൻ അറിയുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരും. ചില വിഷയങ്ങൾ നമുക്കറിയാൻ താല്പര്യവുമില്ല. എന്നാൽ അവിടെ മുതൽ ഇയാളെ ഈ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികൾ അവിശ്വസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് വിശ്വംഭരനും അതേ നിലപാടാണുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശാന്തിക്കാരനായി പണിയെടുത്ത ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളായിരുന്നു എന്നത് തീർപ്പ് കൽപ്പിച്ചയാളാണ്. അങ്ങനെയാണെങ്കിൽ 2004 ബാംഗ്ലൂരിൽ ഇയാൾ കള്ളനെന്നോ അതല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ ഇയാൾ പറ്റില്ലെന്നോ കരുതി ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്പോൺസറാക്കി മാറ്റിയത് ആരാണ്?
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ അവിടെ നിന്ന് മുങ്ങി ശബരിമലയിലേക്ക് പൊങ്ങുമ്പോൾ അതിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. അത് കൂടുതലും ആ ബന്ധങ്ങൾ നടത്തിയിരുന്നത് ചില ബോർഡ് മെമ്പർമാരുമായിട്ടും ചില ബോർഡിലെ ഉദ്യോഗസ്ഥരുമായിട്ടും ഇയാൾക്ക് അവിഹിതമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ സ്പോൺസർ എന്ന നിലയിൽ പരിചയപ്പെടുത്തി തുടങ്ങുന്നത് 2019 പക്ഷേ അതിനു മുമ്പ് തന്നെ ഇയാൾ അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നു. പടിപൂജ അടക്കമുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ശബരിമലയിലെ പടിപൂജ സാധാരണ നടക്കുന്നത് മണ്ഡലകാലങ്ങളിലും മാസപൂജാ വേളകളിലുമാണ്. അതല്ലാതെ വിശേഷ ദിവസങ്ങളിലും അവിടെ പടിപൂജയ്ക്ക് അവസരമുണ്ട്. ഈ വിശേഷ ദിവസങ്ങളിലെ പടിപൂജ മുഴുവൻ ഈ ചില വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നവരിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അത്രേ. അപ്പോൾ ആ വിശ്വാസിയെ കണ്ടെത്തി, സമ്പന്നനായ ഒരു വിശ്വാസിയെ കണ്ടെത്തുന്നു. നിങ്ങൾക്ക് പടിപൂജ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന തീയതി പടിപൂജയുണ്ടെന്ന് അറിയിക്കുന്നു. 2038 വരെ എങ്ങാണ്ട് ബുക്കിംഗ് ക്ലോസ് ആയ പടിപൂജ കിട്ടുന്നതിലുള്ള സന്തോഷത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ തന്ത്രിയേക്കാൾ വലിയ ആളായിട്ട് അയാൾക്ക് മാറുന്നു. ഇതിനിടയിൽ കുറച്ചു കാലം അയാൾ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി കൂടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ബംഗളൂരുവിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന ഒരാളെ ശബരിമലയിലേക്ക് അടുപ്പിക്കുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി അവിടെ അയാൾ അതെല്ലാ കാലങ്ങളിലും ഉണ്ട് എന്ന് ഓർമ്മിക്കണം. 2019 2014 അതിനു മുൻപും അയാൾക്ക് ശബരിമലയിൽ ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാലാകാലങ്ങളിലായിട്ട് വിവിധ ബോർഡുകളിലൂടെ അയാൾ അവിടുത്തെ സ്വാധീനം ഉറപ്പിച്ചു എന്ന് വേണം കരുതാൻ. അഷ്ടപൂജ എന്ന പേരിലുള്ള ഒരു പുതിയ പൂജാ സങ്കല്പത്തെക്കുറിച്ച് അയാൾ അവിടെ പറയുമായിരുന്നു. പടിപൂജ, ഈ പറയുന്ന വിശേഷ ദിവസങ്ങളിൽ ഒരുക്കി കൊടുക്കുന്ന പരിപാടി, അന്നദാനത്തിനു വേണ്ടി 5 ഇരട്ടിയിലധികം തുക ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്ത് ബ്ലേഡ് പരിപാടിക്ക് കൊടുക്കുന്ന പരിപാടി, ഇങ്ങനെ നിരവധി കൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ 2019 ഈ സ്വർണ്ണപ്പാളി ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് ഏതു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ചില ബോർഡ് മെമ്പർമാർ പറഞ്ഞു ഇയാൾ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ്. അന്ന് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നിൽ വന്ന പ്രശ്നം, അവിടുത്തെ 1998 വിജയമല്യയുടെ കാലത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ശ്രീകോവിലും ആ 99 ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ദാരുശില്പത്തിനും മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യണം എന്നുള്ളതായിരുന്നു തിരുവിതാംകൂർ ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആവശ്യം. എന്നാൽ അത് തിരുവിതാംകൂർ ദേവസ്വത്തിന് സ്വർണ്ണം എടുത്ത് ചെയ്യാൻ പറ്റില്ല, സ്പോൺസർമാരുണ്ടെങ്കിലേ ചെയ്യാൻ സാധിക്കൂ. ഏകദേശം 50 പവനോളം വേണം ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ. അതാണ് കണക്ക്. 49 പവൻ പോയിന്റ് സംതിങ് പവനാണ് വേണ്ടത്. 397 ഗ്രാം സ്വർണ്ണമാണ് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന 42 കിലോഗ്രാം സ്വർണ്ണമൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്ന അതിലെ വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ തെളിച്ചു തന്നെ പറയണമല്ലോ. ഇതിൻ്റെ പേരിൽ നമ്മൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും പാടില്ല. അപ്പോൾ ഇതാരാണ് എന്ന ചോദ്യത്തിന് ഒരു ദേവസ്വം ബോർഡ് അംഗം കൊണ്ടുവന്ന് ബോർഡ് പ്രസിഡന്റിനെ മറ്റോ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്പോൺസറാണ്, ഇയാൾ വേണമെന്ന് വെച്ചാൽ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തും. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന സുബ്രഹ്മണ്യം പോറ്റിക്കൊപ്പമുണ്ടായിരുന്ന രമേശ് റാവു, അനന്തഗോപൻ, ഇങ്ങനെയുള്ള 3 പേർ കൂടി ചേർന്ന് വിനീത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അന്ന് ചട്ടപ്രകാരം തന്നെയാണ് കൊടുത്തുവിട്ടതെന്നാണ് പറയുന്നതെങ്കിലും അതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് PS പ്രശാന്ത് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കൊടുത്തുവിട്ടിരിക്കുന്നതോ ചട്ടപ്രകാരം തന്നെയാണ്. അത് ഞാൻ പറയാം. അപ്പോൾ അന്ന് കൊടുത്തുവിടുന്ന സമയത്ത് അതിൽ എത്ര സ്വർണ്ണമുണ്ടായിരുന്നു, എത്ര ചെമ്പുണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം. ആ കണക്ക് ഞാൻ പറയാം. 1999 വിജയമല്യ ഈ ശ്രീകോവിലടക്കം സ്വർണം പൂശാൻ വേണ്ടിയിട്ട് അന്ന് 30.3 കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത്. 1900 കിലോഗ്രാം ചെമ്പ് പാളികളാണ് അന്ന് ശബരിമലയുടെ ശ്രീകോവിലും മറ്റു പ്രദേശങ്ങളും, അതായത് ഈ സന്നിധാനത്തിൻ്റെ ഉൾഭാഗത്തെ വാളിലടക്കമുള്ള ഭാഗങ്ങളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന്, ദാരുശില്പങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതിന്, മറ്റു ഉപമണ്ഡപങ്ങളിലെ വിമാനങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്, ചില വാതിലുകൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അതിന് ഏകദേശം 18 കോടി രൂപ ചിലവായി. അതെങ്ങനെയാണ് ചെയ്തത്? അന്ന് അവിടെയാണ് നമ്മുടെ സംശയമുള്ളത്. അന്ന് അതായത് 98 ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മൈലാപ്പൂരിൽ നിന്നുള്ള ഒരു ജുവലറി ഉടമയെ, JNR ജുവലറിയുടെ ഉടമ നാഗരാജുവിൻ്റെ നേതൃത്വത്തിൽ 53 ശില്പികൾ വന്ന് ഈ സന്നിധാനത്ത് ശബരിമലയിൽ വന്നിരുന്ന് പണിഞ്ഞാണ് ഈ മേൽക്കൂരയടക്കം സ്വർണം പൂശുന്നത്. അങ്ങനെ പൂശുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണെന്നാണ് പറയുന്നത്. അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ച സ്വർണത്തിൻ്റെ കണക്കുമുണ്ട്. 30.3 കിലോഗ്രാം സ്വർണ്ണമാണ്. അതിൽ ഈ ചെമ്പ് തകിടിലാണ് സ്വർണം പൂശുന്നത്. ആദ്യം ചെമ്പ് തകിട് വിരിയിക്കുന്നു, അത് പല പല പാളികളായിട്ടെടുത്ത് അതിൻ്റെ പുറത്ത് ഒട്ടകത്തോല് വെച്ച് അതിൻ്റെ പുറത്ത് പല പാളികളായിട്ട്
സ്വർണം വെച്ച് പലതവണ 5000-ലധികം തവണ ചുറ്റിക കൊണ്ട് അടിച്ചു നിരത്തി അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് അന്ന് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ്. അന്ന് അത് അവിടെ വെച്ച് നിർമ്മിക്കാമെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നമുക്ക് എന്തുകൊണ്ട് അവിടെ ചെയ്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ചിലർ ഉയർത്തുന്ന ചോദ്യം ഇലക്ട്രോപ്ലേറ്റിംഗ് അങ്ങനെ സന്നിധാനത്ത് വെച്ച് നടത്താൻ പറ്റാത്തത് കൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയി ഇതിനു പുറമെ മറ്റ് ചില സാധനങ്ങൾ കൂടി ഇതേപോലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാണ് PS പ്രശാന്ത് ചോദിക്കുന്നത് മാനുവലിന് വിരുദ്ധമായി. അതെന്തായാലും ആവട്ടെ. അപ്പോൾ എത്ര സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്? മൊത്തം ഉണ്ടായിരുന്നത് 30.3 കിലോഗ്രാം, അതായത് മേൽക്കൂര അടക്കം. ഈ ദാരുശില്പത്തിൽ മാത്രം എത്ര സ്വർണ്ണമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്ക് കൂടി അറിയണം. ദാരുശില്പത്തിൽ ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 397 ഗ്രാം ആണ്. ഇതെങ്ങനെയാണ് മനസ്സിലായത്? ഇതിന് എത്ര കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു? അന്ന് 42.8 കിലോഗ്രാം ചെമ്പുപാളിയിലാണ് ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2019 സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത് 42 കിലോഗ്രാം 42.8 കിലോഗ്രാം വരുന്ന ചെമ്പുപാളികൾ 14 എണ്ണമാണ് മഹസറിൽ രേഖപ്പെടുത്തി കൊണ്ടുപോയത്. സ്വർണ്ണമല്ല. ആകെ അതിൽ സ്വർണം ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണ് തിരിച്ച് പൂശി ഇവിടേക്ക് കൊണ്ടുവരുന്നതായിട്ട് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 2019 കണക്കാണ് കേട്ടോ. അന്ന് 4.41 കിലോഗ്രാം കുറഞ്ഞിരുന്നു. ഏതിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്? ചെമ്പുപാളിയിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ പരക്കെ ഉയരുന്ന തെറ്റിദ്ധാരണ. 4 കിലോഗ്രാം സ്വർണം അടിച്ചു മാറ്റിയോ? അല്ല. അതിൽ ആകെ ഉണ്ടായിരുന്ന 42 കിലോഗ്രാം ചെമ്പിൽ 4.41 കിലോഗ്രാം ചെമ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 397 ഗ്രാം സ്വർണം മാത്രമാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 50 പവൻ അടുത്ത് വരും. 49 പവൻ മാത്രമേ വരത്തുള്ളൂ. ഇതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഇത് 2019 അതിനുശേഷം പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഈ ചെമ്പുപാളി പലയിടങ്ങളിലും കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാശുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ അനുമാനം. നമ്മളും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. കാരണം സ്വർണം നേരിട്ട് അടിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജവാതിൽ കൊണ്ട് പൂജിച്ചു എന്നാണ് ഇന്ന് വിശ്വംഭരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ പൂജ നടത്തിയെന്നാണ്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ ശബരിമല സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിയെടുത്തുകൊണ്ട് പോയത്? ഇന്നേ വരെ സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പറയുന്നത് അങ്ങനെയല്ല, അവിടെ വെക്കാൻ കൊണ്ടുപോകുന്ന വാതിൽ. അപ്പൊ അങ്ങനെയാണ് ഇളക്കി കൊണ്ടുപോയതല്ല, അവിടെ വെക്കാൻ. അങ്ങനെ പറഞ്ഞു അതേപോലെയാണ് ഈ പീഠവും. അയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് എന്താണ്? ഇതാ സന്നിധാനത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെക്കാൻ പോകുന്ന വാതിൽ ഇതാ പൂജിക്കുന്നു. എവിടുന്നോ ഒരു ചെമ്പുപാളി എടുത്ത് അതിനകത്ത് 5-6 ഗ്രാം സ്വർണവും പൂശി പെയിന്റും അടിച്ച് അവിടെ കൊണ്ടുവച്ച് അത് വാതിൽ പൂജ നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സന്നിധാനത്ത് വാതിൽ പൂജ നടത്താനോ സന്നിധാനത്തൊരു പ്രത്യേക വാതിലോ ഈ സാഹചര്യത്തിലും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വാതിലിന്റെ പേരിൽ വ്യാജവാതിലുണ്ടാക്കി പൂജ നടത്തി. വ്യാജവാതിൽ പൂജ എന്ന് തന്നെ പറയണം. അത് സംഭവിച്ചത് 2004 മറ്റോ ആണ്. ഇത് അതിനുശേഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിശ്വംഭരൻ പറയുന്നത്. അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ് വാതിൽ പൂജ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഈ സ്വർണ്ണപീഠം 2024 സംഭവിച്ചു. 2004 പുറത്താക്കിയ ഇയാൾ അന്ന് തട്ടിപ്പുകാരനാണെന്നോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുടെ പുറത്താക്കിയ ഇയാൾ പിന്നീട് വീണ്ടും അതേ ക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്നുവെന്നും അവിടെ പോയി ഈ വാതിൽ പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ വീണ്ടും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇയാൾ കൂടുതൽ സ്വാധീനശേഷിയുള്ള ആളായിട്ട് മാറുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ അയ്യപ്പ ഭക്തരെ സന്നിധാനത്ത് കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകിച്ച് VIP ദർശൻ കൊടുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പ്രസാദങ്ങൾ വാങ്ങിക്കൊടുക്കുക, പടിപൂജയ്ക്കുള്ള അവസരം കൊടുക്കുക, നെയ്യഭിഷേകത്തിനുള്ള അവസരം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു ഇടനിലക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കാലാകാലങ്ങളിലായിട്ട് വിവിധ ബോർഡുകളിലെ അംഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ, ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ ശബരിമലയിൽ ഒരു അവതാരമായി സ്വയം മാറിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സാധനം ഇയാളെ തന്നെ ഏൽപ്പിക്കുന്നതും. പക്ഷേ അവിടെ ഏറ്റവും ഒടുവിൽ ഏൽപ്പിക്കുന്ന സമയത്ത് PS പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ PS പ്രശാന്തിന് ഇക്കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം, അന്ന് ഈ രണ്ടാമത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ, അതായത് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് ഏറ്റവും ഒടുവിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ആരൊക്കെയാണ് ചേർന്ന് കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊണ്ടുപോയത്. അതുകൊണ്ട് ഇക്കുറി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി അവിടെ നിന്ന്, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിരിച്ചു കാണും. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവാഭരണ ചുമതലയുള്ള കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ, വിജിലൻസിന്റെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, 2 ദേവസ്വം ഗാർഡ്, കൂടാതെ ഈ സ്പോൺസറുടെ പ്രതിനിധി, ഇത്രയും ആൾക്കാരാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയും പേരുടെ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ അതിൽ പങ്കെടുത്ത തിരുവാഭരണം മുൻ കമ്മീഷണർ പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് നേരെയാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത്
തൂക്കി നോക്കണമല്ലോ. അതെ. അങ്ങനെ ഒരു തൂക്കി നോക്കൽ ഉണ്ടായിട്ടില്ല. അല്ലല്ല, അതാണ് ഈ കണക്ക് പറയുന്നത്. മഹസറിൽ ശരിയാണ്. അതിലാണ് വേറെ പ്രശ്നം. ഈ സെയിം സാധനം 2019 വന്നതാണ്. ഈ 50 പോയിന്റ് ഈ 50 പവനിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഈ 49 ഗ്രാമിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം കുറഞ്ഞിട്ടുണ്ട്. പറയുന്നത് എന്താ അറിയാം, ശുദ്ധമായ ചെമ്പ് പാളിയാണ് ഞങ്ങളുടെ അടുത്ത് അത്രേ പറ്റൂ. ആ ശുദ്ധമായ ചെമ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന വാദം തെറ്റാണ്. 50 ഗ്രാം കഷ്ടിച്ച് 50 പവനോളം വരുന്ന 397 ഗ്രാം വരുന്ന സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത്. അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഇനി അത് പരിശോധിച്ച ശേഷം മാത്രമേ മനസ്സിലാക്കാൻ 4.5 കിലോ എന്ന് കോടതി ചോദിക്കാൻ കാരണം അത് 4.5 കിലോ തൂക്കത്തിലാണ് കുറവ് സംഭവിച്ചത്. അത് മഹസിൽ തന്നെ കണ്ടതാണ്, കോടതി കണ്ടുപിടിച്ചതല്ല. മഹസിൽ രേഖപ്പെടുത്തിയപ്പോൾ കണ്ട വ്യത്യാസമാണ്. അതായത് 2019 ഇത് പാളി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ 4.41 കിലോഗ്രാം കുറഞ്ഞിരിക്കുന്നു. അത് കുറഞ്ഞാൽ അത് കുറയേണ്ടത് ചെമ്പാണ് കുറയുക. ഒരിക്കലും സ്വർണ്ണം കുറയില്ല. നിങ്ങൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്ന സ്വർണ്ണമല്ലല്ലോ കുറയുക, സ്വർണ്ണത്തിന്റെ ഉള്ളിലുള്ള മെറ്റലല്ലേ കുറയുക. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം തെറ്റിദ്ധാരണയാണ്. കാരണം 2019 ചെമ്പ് പാളി കൂടി 50 പവനോട് കൂടിയതാണ് ഈ പാളി. അതെ, അതിന്റെ അകത്തുനിന്ന് കുറഞ്ഞാൽ ചെമ്പേ കുറയാൻ പറ്റുള്ളൂ. പിന്നീട് ഈ ആകെയുള്ള 50 പവനിൽ നിന്ന് ആകെയുള്ള 397 ഗ്രാമിൽ നിന്ന് 4 കിലോഗ്രാം എങ്ങനെയാണ് കുറയുന്നത്? അപ്പോൾ അത് അസംബന്ധമായ ആരോപണമാണ്. ആ ആരോപണം നിൽക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ചട്ടങ്ങൾ പ്രകാരമാണ് രണ്ടാമത്തെ തവണ ഇത് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുന്നത്. അക്കാര്യത്തിൽ PS പ്രശാന്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതുന്നതുമില്ല. ഇനി പുറത്തു വരേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാലാകാലങ്ങളിലായി എങ്ങനെയാണ് ഈ സ്വാധീനമുണ്ടായത്? എല്ലാ ബോർഡുകളിലും പിന്നീട് 2010 ശേഷമുള്ള എല്ലാ ബോർഡുകളിലും ഇയാൾക്ക് അവിടെ സ്വാധീനശേഷി ഉണ്ടായിരുന്നു. ഇയാളുടെ അവതാര പിറവിക്ക് പിന്നിലെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു? ഇയാൾ ബ്ലേഡ് പലിശക്കാരനാണ് എന്നുള്ളത് ആർക്കും അറിയാതെ പോയത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനോടൊപ്പമാണ് ഇയാൾ ഈ സ്വർണ്ണപീഠവും കൊണ്ടൊരു തള്ളലുമായിട്ട് വന്നത്. അതാണ് അയാളെ കുടുക്കിയത്. അതിനു പിന്നിലുള്ളത് അത് നിഷ്കളങ്കതയല്ല, അത് വാണിജ്യ താല്പര്യം മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് 6 ദിവസം മുൻപ് സ്വന്തം വീട്ടിൽ ആ പീഠമിരിക്കെ അത് വാസുദേവന്റെ കയ്യിൽ ഉണ്ടെന്നറിയാമായിരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് വന്ന് ഈ പീഠം കാണാനില്ല എന്ന് സംശയത്തിന്റെ വിത്തുപാകിപ്പോയത് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന്റെ നിഴൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഇതിൽ പഹളിയിട്ടുണ്ട്. ഈ കലാകാലങ്ങളിലായിട്ട് വന്ന ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ബോർഡ് അംഗങ്ങൾക്ക് ഒക്കെ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളെ തിരിച്ചറിയണം എന്ന് 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ഇതേപോലുള്ള അവതാരങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പലയിടങ്ങളിലും ആ അവതാരങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. പക്ഷേ ഇക്കുറി അയ്യപ്പനോടാണ് കളി, അയ്യപ്പൻ വിടില്ല എന്നുള്ളതാണ് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഒരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി നിങ്ങൾ സംശയിക്കേണ്ട, അങ്ങനെ പോയിട്ടില്ല. അതെ, ഒന്നുകൂടെ പിരിച്ചോ എന്നാണ് അതാണ് പ്രധാന വിഷയം. സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി സമ്പന്നനാവേണ്ട ഒരു ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. കാരണം സ്വർണ്ണത്തെക്കാൾ വലുതാണ് ഒരു തവണ ഈ സ്വർണ്ണപ്പാളിയിന്മേലുള്ള വിശ്വാസം വിറ്റുള്ള ജീവിതം.